പ്രൈസ് ലോർഡ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ദിവസം വരെ നമ്മളെ വഴി നടത്തിയ, കാത്തു പരിപാലിച്ച ആ നല്ല കർത്താവിന് ഹൃദയത്തിന്റെ അകത്തുനിന്ന് നമുക്ക് നന്ദി പറയാം. വചനം പറയുകയാണ്, ദൈവസന്നിധിയിൽ നമ്മൾ നന്ദിയുള്ളവരും ആയിരിപ്പീൻ. കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്കായി ദാവീദ് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വാന്തരംഗവുമായുള്ളവയെ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. പ്രൈസ് ലോർഡ്. ആമേൻ. കർത്താവ് നമ്മളെ പരിപാലിച്ചു, അവന്റെ ചെറിയന്റെ കീഴിൽ നമ്മളെ മറച്ചു. ഇത്രത്തോളം ആമേൻ ശ്രേഷ്ഠമായി, മനോഹരമായി, നമ്മൾ വിചാരിച്ചതിലും നനച്ചതിലും എല്ലാം അത്യന്തം പരമായി എൻ്റെ കർത്താവ് നമ്മളെ വഴി നടത്തിയ കൃപയ്ക്കായി നമുക്ക് കർത്താവിന് നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. നമ്മുടെ പല പ്രാർത്ഥനകളുടെയും മറുപടികൾ കിട്ടിക്കാണത്തില്ലായിരിക്കാം. പല പ്രാർത്ഥനയുടെയും മറുപടി, പല പ്രാർത്ഥനകളും ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവത്തിലായിരിക്കാം. എന്നിരുന്നാൽ തന്നെയും പ്രിയമുള്ളവരെ, ഇതുവരെയും എൻ്റെ കർത്താവ് ഏറ്റവും മനോഹരമായി വഴി നടത്തിയില്ലേ? ആ നല്ല കർത്താവിന് ഹൃദയത്തിനകത്തുനിന്ന് നമുക്ക് നന്ദി കരയറ്റാം. പ്രൈസ് ലോർഡ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, കർത്താവ് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ അനുവദിക്കണം? പ്രൈസ് ലോർഡ്. ഇത് എന്നെ മാത്രം ചോദ്യമല്ല, ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന പലരുടെയും ജീവിതത്തിലുള്ള ചോദ്യമായിരിക്കാം, കർത്താവ് എന്താ ഇതൊക്കെ അനുവദിച്ചത്? കർത്താവിന് എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ പറ്റിയില്ലേ? കർത്താവിന് എന്നെ ആവശ്യമില്ലേ? കർത്താവിന് എന്നെ ഇഷ്ടമല്ലേ? എന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ദൈവസന്നിധിയിൽ ചോദിക്കുന്നവരായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ച അന്ന് മുതൽ എൻ്റെ കർത്താവിൻ്റെ ഒരിക്കലും തെറ്റുപറ്റാത്ത ഏറ്റവും മനോഹരമായ ഒരു പദ്ധതിയിലാണ് കർത്താവ് എന്നെ നിങ്ങളെ മാക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ കർത്താവിനെ കുറിച്ച് അവനിങ്ങനെ പറയുന്നത്, അവൻ ആദ്യനും അന്ത്യനുമാണ്. പ്രൈസ് ലോർഡ്. അവൻ ആൽഫയും അവൻ ഒമേഗയുമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ആദ്യം മുതൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെയും എൻ്റെ കർത്താവ് കണ്ടേച്ചാ നിൽക്കുന്നത്. ഹല്ലേലൂയ. അവൻ കാണുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ വിടുതലുകളും, നിനക്ക് എന്തെല്ലാമാണ് ആവശ്യം, അതുകൊണ്ടാണ് വചനം പറയുന്നത്, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയത് മുഴുവൻ, ഭക്തിക്ക് വേണ്ടി മാത്രമല്ല, ജീവന് വേണ്ടി മാത്രമല്ല, ജീവനും ഭക്തിക്കും വേണ്ടിയത് മുഴുവൻ എൻ്റെ കർത്താവ് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. പ്രൈസ് ലോർഡ്. ഇന്നൊരു പക്ഷേ നീ കടന്നു പോകുന്ന ഏത് അനുഭവമാണെങ്കിലും, പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ ഞാൻ ഉൾപ്പെടെ ചിന്തിക്കാറുണ്ട്, കർത്താവിന് എൻ്റെ പ്രാർത്ഥനയോട് താല്പര്യമില്ലേ? കർത്താവ് എൻ്റെ കാര്യങ്ങൾ എന്നെ കർത്താവ് നോക്കാത്തെ? പ്രൈസ് ലോർഡ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന അനുഭവങ്ങൾ വന്നേക്കുമായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പായിട്ടും വിശ്വസിക്കണം, എൻ്റെ കർത്താവ് അറിയാതെ നിന്റെ തലയിലെ ഒരു മുടി പോലും കൊഴിയുന്നില്ല. ആമേൻ. അത് യേശു പറഞ്ഞ വാക്കല്ല, യേശു ഇങ്ങനല്ലേ പറഞ്ഞത്, ആമേൻ, നിങ്ങളുടെ തലയിലെ മുടി കൊഴിയുന്ന പോലെ ഞാൻ അറിയുന്നു. അത്രയധികം എന്നെ നിങ്ങളെക്കുറിച്ച് കരുതലുള്ള, എന്നെ നിങ്ങളെക്കുറിച്ച് ആമേൻ എന്താ പറയുക, സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, കരുതുന്ന, നമ്മളെ പരിപാലിക്കുന്ന ആ നല്ല യേശു എന്റെ നിങ്ങളെയും കൂടി ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ ഭയക്കുന്നേ? നമ്മൾ എന്തിനാ പേടിക്കുന്നത്? പ്രൈസ് ലോർഡ്. വിളിച്ച ദൈവം വിശ്വസ്തനല്ലേ? അവൻ അന്ത്യത്തോളം നമ്മളെ വഴി നടത്താൻ ആ കർത്താവ് മതിയായവൻ തന്നെയല്ലേ? ആമേൻ. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വചനം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ കർത്താവിനെ ആഗ്രഹിക്കുകയാണ്. ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം അതിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിറങ്ങി യേശുവിനടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. ആമേൻ. നമുക്ക് ഈ സംഭവങ്ങൾ അറിയാം. നമ്മൾ ഒരുപാട് മെസ്സേജുകൾ കേട്ടിരിക്കുന്ന ഒരു ഭാഗമാണ്, നമ്മൾ വായിച്ചിരിക്കുന്ന ഭാഗമാണ്. ഒരുപാട് ദൈവദാസന്മാരിലൂടെ നമ്മൾ ഈ പ്രസംഗങ്ങൾ, അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങളോട് ഇന്ന് ചിന്തയ്ക്കായി പകരുവാൻ എൻ്റെ കർത്താവ് എനിക്കെന്ന വചനം ഇതാണ്, വരിക എന്ന് കർത്താവ് പത്രോസിനോട് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഈ സംഭവം നടക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഈ ഒരു വാക്ക് പറയുന്നതിന് മുൻപേ, അതിന് 22-ാമത്തെ വാക്യം പറയുകയാണ്, ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. ആമേൻ. പ്രിയമുള്ളവരെ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കർത്താവ് ഒരിക്കലും തികവില്ലാത്ത, പൂർത്തീകരിക്കാത്ത വാക്ക് എൻ്റെ കർത്താവ് ഒരിക്കലും പറയത്തില്ല. പ്രൈസ് ലോർഡ്. ഇവിടെ ശിഷ്യന്മാരോട് എൻ്റെ കർത്താവ് പറഞ്ഞ വാക്കുണ്ട്, തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോക എന്ന് അവരെ നിർബന്ധിച്ചു. നോക്കിയേ, അതൊരു പ്രവചനമാണ് ഇല്ലേ? കർത്താവ് അക്കരയ്ക്ക് പോകുന്നതിന് മുൻപേ, യേശു കർത്താവ് അക്കരയ്ക്ക് പോകുന്നതിന് മുൻപേ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, എനിക്ക് മുൻപായി നിങ്ങൾ അക്കരയ്ക്ക് പോക എന്ന് അവരെ നിർബന്ധിച്ചു. ഞാൻ വിശ്വസിക്കുന്നു അതൊരു പ്രവചനമാണ്. ആമേൻ. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾ അക്കരയ്ക്ക് ചെല്ലും.
നിങ്ങൾ അക്കരയ്ക്ക് പോയിരിക്കും, ഞാൻ അവിടെ ചെല്ലുന്നതിന് മുൻപേ നിങ്ങൾ അക്കരയ്ക്ക് ചെന്നിരിക്കുമെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നൊരു വാക്ക. പക്ഷെ നോക്കിയേ, നമുക്കറിയാം ആ യാത്രയിൽ, യേശു പറഞ്ഞയച്ച യാത്രയിൽ ആ ശിഷ്യന്മാരോട് പറയാത്ത കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഇല്ലേ, വലിയ കാറ്റടിച്ചു, തിരമാലകൾ അടിച്ചു, ആമേൻ, അവരുടെ ആശകളെല്ലാം നഷ്ടപ്പെട്ടു പോയി, അവര് മരണഭീതിയിലായി. അവർ തന്നെ പരസ്പരം പറഞ്ഞു കാണുമായിരിക്കാം, യേശു പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇറങ്ങിയത്, യേശു നമ്മളെ നിർബന്ധിച്ചിട്ടല്ലേ. അതിന് അങ്ങനെ പറയുന്നത്, അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. അതിനർത്ഥം എന്നാ? അവർക്ക് യേശുവിന്റെ കൂടെ അല്ലാതെ യാത്ര ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു, അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ വചനം പറയുകയാണ്, യേശു അവരെ നിർബന്ധിച്ചു, അവരെ നിർബന്ധിച്ചയക്കുകയാണ്. നീ പോകാം. അതെങ്കിൽ താല്പര്യമില്ലാതിരിക്കുന്ന ഒരാളെ ആമേൻ നിർബന്ധിച്ച് യേശു അയച്ചതായിട്ടാണ് വചനത്തിൽ പറയുന്നത്, അല്ലേ? ആമേൻ. അപ്പൊ അവര് പറഞ്ഞു കാണും, സ്വാഭാവികം പറഞ്ഞു കാണാം, ആമേൻ, കർത്താവ് നിർബന്ധിച്ചുകൊണ്ടല്ലേ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത്, കർത്താവിന്റെ നിർബന്ധം വന്നതുകൊണ്ടല്ലേ, അവൻ പറഞ്ഞതുകൊണ്ടല്ലേ. അല്ലായിരുന്നെങ്കിൽ ഈ കഷ്ടനഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ലായിരുന്നു, ഈ പ്രതികൂലങ്ങൾ വരത്തില്ലായിരുന്നൊക്കെയും അവര് പരസ്പരം പറഞ്ഞു കാണാം, പഴിചാരി കാണാം, വേദനിച്ച് കാണാം, നിരാശകൾ പറഞ്ഞു കാണാം, സങ്കടപ്പെട്ട് കാണാം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, യേശു ഒരിക്കലും അവരോട് ഇങ്ങനെ പറഞ്ഞില്ല, അക്കരയ്ക്ക് നിങ്ങൾ പോകാം. പോകുന്ന യാത്രയിൽ കാറ്റും കോളും അടിക്കും, കാറ്റടിക്കും, വലിയ പ്രതികൂലങ്ങളൊക്കെ വരും. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ആ സമയത്ത് കടലിന്റെ മീതെ നടന്നു വന്ന് നിങ്ങളെ ഞാൻ വിടുവിച്ചോളാം, നിങ്ങളെ അക്കരയ്ക്ക് എത്തിച്ചോളാം എന്ന് യേശു പറഞ്ഞില്ല. അതെന്താ? യേശു അറിയത്തില്ലായിരുന്നോ ഇവരുടെ യാത്രയിൽ കാറ്റും കോളും അടിക്കുമെന്ന്? യേശു അറിയത്തില്ലായിരുന്നോ? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അവൻ ആദ്യനും അന്ത്യനുമാ, അവൻ സകലതും അറിയുന്നവനാ. നിന്റെ ഇന്നലകളെയും ഇന്നുകളെയും നാളുകളെയും നല്ലതുപോലെ അറിയുന്ന എന്റെ കർത്താവ്, അവന്റെ കണ്ണിൽ ഒന്നും മറവായിരിക്കത്തില്ല. എന്റെ യേശുവിന് അറിയാത്ത ഒരു കാര്യവുമില്ല. യേശുവിന് അറിയാമായിരുന്നു അവരുടെ യാത്രയിൽ കാറ്റും കോളും അടിക്കുമെന്നും, അവര് നിരാശയിലൂടെ അല്ലെങ്കിൽ ആ പ്രതികൂലത്തിലൂടെ അവർ കടന്നു പോകേണ്ട സാഹചര്യം വരുമെന്നും യേശുവിന് അറിയാമായിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യേശു അവരെ ആ യാത്രയ്ക്ക് നിർബന്ധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്നു എന്റെ കർത്താവ് അവരോട് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിരുന്നെങ്കിൽ, നീ ഇവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ബോട്ടിൽ കയറി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കാറ്റടിക്കും, പ്രകൃതി ശോഭിക്കും, അല്ലെങ്കിൽ കടൽ ശോഭിക്കും, ക്ഷോഭിക്കും, പ്രൈസ് ദി ലോർഡ്, വലിയ വിഷയങ്ങളൊക്കെ കടന്നു വരും എന്നൊക്കെ യേശു പറഞ്ഞിരുന്നെങ്കിൽ എത്ര നിർബന്ധിച്ചാലും ഇവരാ യാത്രയ്ക്ക് ഒരുങ്ങത്തില്ലായിരുന്നു, ഇവര് പോകത്തില്ലായിരുന്നു. പക്ഷേ എന്റെ കർത്താവ് അത് പറഞ്ഞില്ല. കാരണം എന്നാ? ഞാൻ വിശ്വസിക്കുന്നു എന്റെ കർത്താവ് അവർക്ക് എന്താണോ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ അവസാനം, ആ യാത്രയുടെ അവസാനത്തിൽ അത് എന്താണോ സംഭവിക്കാൻ പോകുന്നത്, ആ ശുഭമേറിയ കാര്യങ്ങൾ മാത്രമേ എന്റെ കർത്താവ് അവരോട് പറഞ്ഞുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, മോനെ, അത് കർത്താവ് പറയാത്തതിന്റെ കാരണം കർത്താവ് അവരെ പറ്റിക്കുകയല്ലായിരുന്നു, കർത്താവ് നുണ പറയുകയല്ലായിരുന്നു. ആമേൻ. കർത്താവ് അവരോട് പറഞ്ഞൊരു കാര്യം, ഈ യാത്രയിൽ, ഞാൻ അയക്കുന്ന യാത്രയിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും നീ അതിനെ കൈകാര്യം ചെയ്യണ്ട, നീ അതിനെ ഭാരപ്പെടണ്ട. അവൻ പറഞ്ഞയച്ചവൻ ഞാനാണെങ്കിൽ, വിളിച്ചവൻ ഞാനാണെങ്കിൽ, അവൻ ആ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് നിന്നെ വിടുവിപ്പാനും അതിന്മേൽ ജയോത്സവമായി നടത്താനും എനിക്ക് കഴിയും. അത് എന്റെ പദ്ധതിയാണ്, അതെന്റെ പ്രവൃത്തിയാണ്, നീ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട എന്ന് എന്റെ കർത്താവ് അവരോട് പറയാതെ പറയുകയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസ ജീവിതം ആരംഭിച്ചതിന് ശേഷമാണെങ്കിൽ പോലും നിങ്ങൾ നനയ്ക്കാത്ത ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളോടാണോ കടന്നു പോകുന്നത്? ഒരുപാട് വിഷയങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? പ്രൈസ് ലോർഡ്. ഒരുപാട് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ, ഒരുപാട് പേരുടെ ചോദ്യചിഹ്നമായി, ഒരുപാട് മുൻപിൽ, ഒരുപാട് ആൾക്കാരുടെ മുൻപിൽ നാണം കെടുന്ന അനുഭവത്തിൽ, തല കുനിക്കേണ്ട അനുഭവത്തിൽ ആണോ നീ ഇരിക്കുന്നത്? ഒരു പക്ഷേ നീ ചോദിക്കുന്നുണ്ടായിരിക്കാം, കർത്താവ് എന്റെ പ്രാർത്ഥന എന്നെ കേൾക്കാത്തത്. പ്രൈസ് ദി ലോർഡ്. നീ ചോദിക്കുന്നുണ്ടായിരിക്കാം, യേശുവിനെ കൈവിട്ടോ? ഒരു പക്ഷേ നിന്റെ വിശ്വാസ ജീവിതം പോലും തണുത്തു പോകുന്ന, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലൂടെയാണോ നീ കടന്നു പോകുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയാൻ എനിക്കൊരു വാക്കുണ്ട്, വിളിച്ച ദൈവം അവൻ വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് ഒരിക്കലും വാക്കു മാറുന്നവനല്ല. ഒരു പക്ഷേ നീ ആശ്രയിച്ച പലരും വാക്കു മാറിക്കാണുമായിരിക്കാം. നിന്നെ സഹായിക്കുമെന്ന് കരുതിയവര്, നിനക്ക് നീതി ചെയ്തു തരേണ്ടവർ പോലും
നിന്നെ കാണാത്ത രീതിയിൽ അവരെ തല അവൻ വെട്ടിച്ച് നടക്കുന്ന അനുഭവമായിരിക്കാം. അവൻ നീ ഭാരപ്പെടണ്ട. അവൻ നിന്നെ വിളിച്ചത് ഒരു മനുഷ്യനല്ല, നിന്നെ വിളിച്ചത് ഒരു സമുദായമല്ല, നിന്നെ വിളിച്ചത് ഒരു സമുദായത്തിന്റെ നേതാവോ ഒരു പാസ്റ്ററോ ഒരു അച്ഛനോ ഒരു തിരുമേനയോ ആരുമല്ല നിന്നെ വിളിച്ചത്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തന, അവന്റെ പേര് യേശു എന്നാണ്. ആമേൻ. എന്റെ കർത്താവാണ് ഈ യാത്രയ്ക്ക് ഇതിനെ ഒരുക്കിയതെങ്കിൽ, എന്റെ കർത്താവാണ് ഈ യാത്രയ്ക്ക് എന്നെ വിളിച്ചെങ്കിൽ ധൈര്യത്തോടിരിക്കണം. നീ അക്കരെ എത്തുക തന്നെ ചെയ്തിരിക്കും. ആമേൻ. നിന്റെ വിജയം നിന്റെ മാത്രമാണ്, ജയം നിന്റെ മാത്രമാണ്. നീ ജയിക്കുക തന്നെ ചെയ്തിരിക്കും. പ്രൈസ് ലോർഡ്. ആമേൻ. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ നീ സാക്ഷ്യം പറഞ്ഞിരിക്കും. ആമേൻ. നീ ഇന്ന് കാണുന്ന ഈ കാറ്റിനും ഈ കോളിനും ഈ തിരമാലയ്ക്കും നീ ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിനും ആമേൻ നിന്നെ തകർക്കാൻ കഴിയത്തില്ല, നിന്നെ തൊടാൻ പോലും പറ്റത്തില്ല. കാരണം വചനം പറയുകയാണ്, എന്റെ കർത്താവിന്റെ ഉള്ളം കയ്യിലാണ് അവൻ നിന്നെ വരച്ചിരിക്കുന്നത്, വഹിച്ചിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, ധൈര്യത്തോടെ ഇരിക്കുക. ഈ കാറ്റുകൾ അടങ്ങും, ഈ കോളുകൾ ശാന്തമാകും, ഈ കടലും ഈ തിരമാലയും ഇത് ശാന്തമായി തീരുക തന്നെ ചെയ്യും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കേട്ടിരിക്കുന്ന മനോഹരമായ ഒരു പാട്ടുണ്ടല്ലോ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ആമേൻ. ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ നിങ്ങളോടും പറയുവാൻ എനിക്ക് പറയാനുള്ളത് ഇതാണ്. ആമേൻ. ഇന്ന് നീ കടന്നു പോകുന്ന പ്രതികൂലങ്ങൾ പൗലോസിനെ കുറിച്ച് പറയുന്നത്, ആമേൻ, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ സങ്കടമെന്ന. ഇതൊക്കെ നൊടി നേരമാ പ്രിയപ്പെട്ടവരെ. നീ ഇന്ന് കടന്നു പോകണ ഈ സാഹചര്യമില്ലേ, അത് യേശു കണ്ടോണ്ടായിരിക്കുന്നത്. നിന്റെ വേദന അത് യേശു കണ്ടുകൊണ്ടായിരിക്കുന്നത്. നിന്റെ പ്രാർത്ഥനകൾ അത് യേശുവിന്റെ പക്കലുണ്ട്. പ്രൈസ് ലോർഡ്. ആമേൻ. എന്നാൽ കർത്താവിന് ഒരു സമയമുണ്ട്. കർത്താവിന്റെ സമയം തക്ക സമയമെന്നാണ്. ആമേൻ. ആ തക്ക സമയത്ത് ആമേൻ ആ ശാന്ത തുറമുഖത്ത് നിന്നെ എത്തിക്കുവാൻ, ആ തക്ക സമയത്ത് യേശുവിന്റെ കൂടെ നിന്നെ ഒരു ജയാളിയാക്കി നിർത്തുവാൻ, ആ തക്ക സമയത്ത് നിന്നെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റുവാൻ. നീ എവിടെല്ലാം നിന്ദിക്കപ്പെട്ടുവോ, എവിടെല്ലാം തലകുനിക്കപ്പെട്ടുവോ, ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞുവോ, പ്രൈസ് ലോർഡ്, ആരൊക്കെ ആമേൻ നിന്നെ മറന്നുപോയോ. നമുക്കറിയാം ജോസഫിന്റെ ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. അവൻ വേദപുസ്തകത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട മറ്റൊരു ആമേൻ ക്യാരക്ടറാണ് ജോസഫ്. ഹല്ലേലൂയ. ആമേൻ. ജോസഫിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ആമേൻ. ജോസഫിനെ ദൈവം ദർശനം കാണിച്ചു, ഇല്ലേ? ആമേൻ. തന്റെ കറ്റയ്ക്ക് ചുറ്റും വാക്കി 11 കറ്റകൾ വണങ്ങുന്നതും തന്റെ നക്ഷത്രത്തിന് ചുറ്റും മറ്റു സൂര്യനും ചന്ദ്രനും ഒക്കെ നമസ്കരിക്കുന്ന ഒരു ദർശനം ജോസഫ് കണ്ടു. താൻ എന്ത് ചെയ്തു? ഈ ദർശനം തന്റെ പിതാവിനോടും സഹോദരന്മാരും ഒക്കെ അറിയിച്ചു. പക്ഷെ എന്നാ സംഭവിച്ചത്? താൻ കണ്ട ദർശനത്തിന് വിരോധമായിട്ടാ തന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ഇല്ലേ? സ്വന്തം സഹോദരങ്ങള് ആമേൻ തന്നെ പൊട്ടക്കിണറ്റിലിട്ട് കളഞ്ഞു. ആമേൻ. സ്വന്തം സഹോദരന്മാരെ തന്നെ അവനെ അവിടുന്ന് വിടുവിച്ച് അവനെ കയറ്റി അവനൊരു അടിമയായി തന്നെ വിറ്റുകളഞ്ഞു. പ്രൈസ് ലോർഡ്. തന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വന്നു. പൊട്ടക്കിണറിന്റെ അനുഭവങ്ങൾ, ആമേൻ, കാരാഗൃഹത്തിന്റെ അനുഭവങ്ങൾ, ആമേൻ, തനിക്കെതിരെ അപവാദങ്ങൾ പറയുന്ന അനുഭവങ്ങൾ. പ്രൈസ് ലോർഡ്. ആമേൻ. ഈ സമയത്തൊക്കെ ആമേൻ ജോസഫിന് ചിന്തിക്കാമായിരുന്നു, ഞാൻ കണ്ട ദർശനം കറക്റ്റ് ആണോ കർത്താവേ? ആമേൻ. ഞാൻ കണ്ട സ്വപ്നം ദൈവികമായിരുന്നോ? ദൈവത്തിൽ നിന്നാണോ ഞാനിത് കണ്ടത്? ദൈവത്തിൽ നിന്നാ കണ്ടിരുന്നെങ്കിൽ എന്തുകൊണ്ടാ എന്റെ ജീവിതത്തിൽ ഈ പ്രതികൂലങ്ങൾ വന്നത്? പ്രൈസ് ലോർഡ്. ഒരുപക്ഷെ ജോസഫിന് പറയാൻ മതി, ഞാൻ കണ്ട സ്വപ്നങ്ങൾ അത് ആരോടും ഷെയർ ചെയ്യാതെ, അത് ആരോടും പറയാതെ എന്റെ ഹൃദയത്തിൽ തന്നെ വെച്ചാൽ മതിയായിരുന്നല്ലോ. ആമേൻ. തനിക്ക് നിരാശകൾ വന്നു കാണുമായിരിക്കാം, മനുഷ്യനല്ലേ, വന്നു കാണുമായിരിക്കാം. പക്ഷേ ഈ വേദഭാഗം വായിക്കുമ്പോൾ, ഇവിടെ എല്ലാം വായിക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു വാക്കിങ്ങനെയാണ്, യഹോവ ജോസഫിനോട് ഇരുന്നുകൊണ്ട് അവൻ സകലത്തിലും കൃതാർത്ഥനായി. ഇംഗ്ലീഷ് പറയുകയാണ്, അവൻ സകലത്തിലും പ്രോസ്പറായി തീർന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഈ ദർശനം ജോസഫിന് ദൈവമാ കൊടുത്തതെങ്കിൽ ആ ദർശനം കൊടുത്ത ദൈവം അവൻ ജോസഫിനെ ഇട്ടേച്ചു പോയില്ല. അത് പൂർത്തീകരിക്കുന്നിടം വരെ, അവന്റെ പൂർത്തീകരണം വരെ അവൻ ആ കർത്താവ് ജോസഫിന്റെ കൂടെ തന്നെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ആലോചിച്ച് നോക്കി. ആമേൻ. ആ പൊട്ടക്കിണറ്റിലിടുമ്പോൾ സഹോദരന്മാര് പറഞ്ഞു കാണുമായിരിക്കും, വലിയ ദർശനക്കാരൻ വന്നതാണ്, വലിയ സ്വപ്നങ്ങൾ പറഞ്ഞതാണ്. ഹല്ലേലൂയ. വലിയ വിശ്വാസമൊക്കെ പറഞ്ഞ ഇപ്പൊ അവന്റെ അവസ്ഥ കണ്ടില്ലേ? ആമേൻ. അപ്പൊ ജോസഫിനോട് ചിന്തിക്കാം, ആമേൻ, ഈ പൊട്ടക്കിണറാണോ കർത്താവേ എനിക്ക് ഒരുക്കിയിരിക്കുന്നത്? ആമേൻ. ഈ കാരാഗ്രഹമാണോ എനിക്ക് ഒരുക്കിയിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ആ പൊത്തിഫറിന്റെ ഭവനത്തിൽ ആമേൻ ആ പാപത്തിന് താൻ കണ്ണടച്ചിരുന്നെങ്കിൽ തനിക്ക് അവിടെ കൊണ്ടൊക്കെ പലതും നേടിയെടുക്കാമായിരുന്നു. പക്ഷേ ആമേൻ, വചനം പറയുക, താൻ അതെല്ലാം വിട്ടേച്ചവൻ ഓടുകയാണ്. ആമേൻ. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ആമേൻ. ജോസഫിന്റെ അകത്തറിയാം, ഈ ദർശനം തന്നത്, ഈ സ്വപ്നം തന്നത് എന്റെ ദൈവമാണ്. ആമേൻ. എന്റെ ദൈവം ഈ സ്വപ്നം തന്നെങ്കിൽ ആമേൻ എന്നെ അവൻ ആ സ്ഥാനത്ത് തന്നെ, ഹല്ലേലൂയ, അവൻ എന്താണോ എന്നെ കാണിച്ചിരിക്കുന്നത് ആ സ്ഥലത്ത് തന്നെ എന്റെ കർത്താവ് എന്നെ എത്തിച്ചിരിക്കും.
പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ധൈര്യത്തോടെ ഇരിക്കുക. ആമേൻ. നീ കേട്ട വാഗ്ദത്തങ്ങൾ, നീ കേട്ട പ്രവചനങ്ങൾ, പ്രൈസ് ദി ലോർഡ്, നിന്നോട് അനേക ദൈവദാസന്മാർ ദൂത് പറഞ്ഞില്ലേ? യേശു നിന്നോട് സംസാരിച്ചില്ലേ? നീ പ്രാർത്ഥിച്ചപ്പോൾ, നീ വചനം വായിച്ചപ്പോൾ എത്രയോ വാഗ്ദത്തങ്ങൾ നിനക്ക് വേണ്ടി കർത്താവ് തന്നു. ആമേൻ. അതൊക്കെ ചുമ്മാ നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിനക്ക് രണ്ട് ആമേൻ പറയാനും നിനക്ക് രണ്ട് ഹല്ലേലൂയ പറയാനും വേണ്ടി മാത്രമല്ല കർത്താവ് അത് കേൾപ്പിച്ചത്. നീ അത് കേട്ടതാണോ? നിന്നോടത് പറഞ്ഞതാണോ? ഞാൻ ഗ്യാരന്റിയോടെ പറയാം, ആമേൻ, നിന്റെ ജീവിതത്തിൽ എന്റെ ദൈവം അത് നിവർത്തിക്കാൻ അവൻ ശക്തൻ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ധൈര്യത്തോടെ ഇരുന്നേ. ആമേൻ. ആ പ്രവചനങ്ങളൊന്നും പാഴായി പോകത്തില്ല. ആ ദൂതുകളൊന്നും പാഴായി പോകത്തില്ല. ചില സാഹചര്യങ്ങൾ നീ വിചാരിക്കുമായിരിക്കാം, ഓ ഇതൊക്കെ ചുമ്മാതെയാ. ആമേൻ. ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയ കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവര്. ചില അനുഭവങ്ങളും സാഹചര്യങ്ങളൊക്കെ ഞാനും പറയാറുണ്ട്, ഇതൊക്കെ വെറുതെ നടക്കത്തില്ല, ഇതൊക്കെ ചുമ്മാതെയാ, ഇതൊക്കെ കേൾക്കാൻ രസമുണ്ട്, ഇതൊക്കെ പറയാൻ രസമുണ്ട് എന്നൊക്കെ പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആമേൻ, ഞാൻ വിശ്വസിക്കുന്നു, വിളിച്ച ദൈവം അവൻ വിശ്വസ്തന. ആമേൻ. കൺമണി പോലെ നിന്നെ കാക്കുന്നവൻ, നിന്നെ ഉള്ളം കയ്യിൽ വഹിക്കുന്നവൻ, ഹല്ലേലൂയ, മുഴങ്കാലെടുത്തിൽ ലാളിക്കുന്നവൻ. ആമേൻ. ആ നല്ല യേശുവിന്റെ കയ്യിലാ ഇന്ന് പകൽ ഞാൻ നിങ്ങൾ ഇരിക്കുന്നത്. ആമേൻ. ധൈര്യത്തോടെ ഇരിക്കുക. നിരാശ പറയരുത്, സങ്കടം പറയരുത്. എന്നെ കർത്താവ് എന്നെ കൈവിട്ടോ എന്ന് നീ പറയരുത്. അവൻ ഒരിക്കലും കൈവിടത്തില്ല. നീ കണ്ട സ്വപ്നം, ആമേൻ, നിന്റെ ദർശനം, നീ പ്രാപിച്ച ദർശനം, നീ കേട്ട വാഗ്ദത്തങ്ങൾ, ദൂതുകൾ നിന്റെ ജീവിതത്തിൽ അവൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. ധൈര്യത്തോടെ ഇരിക്കുക. ഈ 2024 ചില പറയാറുണ്ട്, വേറെ 2024 7ാമത്തെ മാസമായി, ഇന്ന് 19ാം തീയതിയായി. ആമേൻ. ഇതുവരെ എന്റെ ജീവിതത്തിൽ ഒന്നും നടന്നില്ലല്ലോ. ഹല്ലേലൂയ. സങ്കടപ്പെടണ്ട, തക്ക സമയമുണ്ട് കേട്ടോ. ഈ 2024 തന്നെ നീ ഒരു അത്ഭുതമായി മാറിയിരിക്കും. ആമേൻ. ആമേൻ. ഒന്ന് ആമേൻ പറഞ്ഞേ. ഈ 2024 നീ ഒരു അത്ഭുതമായിരിക്കും. നിന്റെ തകർച്ചകൾ മാറിയിരിക്കും. നിന്നെ അവൻ പണിതിരിക്കും. നിനക്ക് വേണ്ടി അവൻ വാതിലുകൾ തുറന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ കാരണം നീ അവൻ ഏറ്റവും വിലപ്പെട്ടവനാ. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ബൈബിൾ വായിക്കുന്ന സമയത്ത് എന്റെ കണ്ണുടക്കിയ ഒരു വാചനം എങ്ങനെയാണ്? നീ അവന് മാന്യനും വിലയേറിയനുമാ. പ്രൈസ് ദി ലോർഡ്. നീ അവന് മാന്യനും നീ വിലയേറിയനുമാ. ആമേൻ. പലർക്കും നീ മാന്യനല്ലായിരിക്കാം, പലർക്കും നീ വിലയേറിയവനല്ലായിരിക്കാം. ആമേൻ. ഈ ലോകമനുഷ്യ വിലയിടുന്നത് പലതിനും പണത്തെ നോക്കിയും ആരോഗ്യത്തെ നോക്കിയും, ഇല്ലേ, മറ്റു പല നോക്കിയായിരിക്കാം നിനക്ക് വിലയിടുന്നത്. ആമേൻ. അവരുടെ വില നിനക്ക് വേണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. നിന്നെ മാന്യനായിട്ട് എണ്ണുന്ന യേശു ഉണ്ട്. ഹല്ലേലൂയ. നീ ആർക്കും വിലയേറിയനല്ലെങ്കിലും യേശുവിന്, സർവശക്തനായ ദൈവത്തിന് നീ ഏറ്റവും വിലയേറിയവന്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധൈര്യത്തോടെ ഇരിക്കുക. ആമേൻ. പത്രോസിനോട് വരിക എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവൻ യേശുവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കി. അവൻ യാത്ര ചെയ്ത പോലെ ആ കാറ്റും കോളും തിരമാലയും ആ പടകിൽ നിറങ്ങുവാൻ അവൻ തടസ്സമല്ലായിരുന്നു. ബാക്കി അവൻ 11 പേരും തടസ്സമായിരുന്നു. അവർ പറഞ്ഞു കാണും, പത്രോസെ മണ്ടത്തരം കാണിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പത്രോസിന്റെ നോട്ടം യേശുവിന്റെ പൊന്നുമുഖത്തേക്കായിരുന്നു. ആമേൻ. അതുകൊണ്ട് തന്നെയാണ് ആ പടകിൽ നിന്ന് അവൻ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചത് കടലിലേക്ക്. ആമേൻ. ഇന്നു പകൽ നമ്മുടെ നോട്ടം യേശുവിന്റെ മുഖത്തേക്ക് മാത്രമാവട്ടെ. ഒരു മനുഷ്യനെയും നോക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സംഗീതകാരൻ പറഞ്ഞത്, എന്റെ കണ്ണുകൾ ഞാൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എന്റെ സഹായം എവിടുന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയെയും നിർമ്മിച്ച യേശുവിന്റെ പക്കൽ. ഹല്ലേലൂയ. നിന്നെ വെടിവെക്കുന്നവൻ, നിന്റെ പരിപാലകൻ, അവൻ മയങ്ങത്തില്ല, അവൻ ഉറങ്ങത്തില്ല. ഇന്നും അവൻ നിനക്ക് വേണ്ടി ജാഗരിച്ചുകൊണ്ടായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥിച്ചിട്ട് പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലേ? അവൻ ഒരു നിശബ്ദതയാണ് അനുഭവപ്പെടുന്നത്. അവന്റെ നിശബ്ദതയാണ് ഏറ്റവും, ആമേൻ, ഒരു ഭാഷയിൽ പറഞ്ഞാൽ അപകടം. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് മിണ്ടാതിരിക്കുന്നത് തോന്നുന്നുണ്ടോ? പേടിക്കണ്ട. ആമേൻ. ആ കർട്ടന്റെ പുറകിൽ നിനക്ക് വേണ്ടി കർത്താവ് ചില ചെയ്തുകൊണ്ടായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ലേ? ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ടെന്നേ. ആമേൻ. ആ സീനിലൊന്നും കാണത്തില്ല. സീനിന്റെ വെളിയിൽ ദൈവം നിനക്ക് വേണ്ടി ചില പദ്ധതികൾ ഒരുക്കൊണ്ടായിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ധൈര്യത്തോടെ ഇരിക്കുക. കർത്താവ് നിന്റെ കൂടെയുണ്ട്. നിന്നെ വിളിച്ചത് മനുഷ്യനല്ല, നിന്നെ വിളിച്ചത് സർവശക്തനായ ദൈവമാണ്. നിനക്ക് വേണ്ടി മരിച്ചത് മനുഷ്യനല്ല, സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അവന്റെ ചങ്കിലെ ചോരയാണ് ആമേൻ നിന്നെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത്. ആമേൻ. അവൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. പ്രൈസ് ലോർഡ്. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങൾ കാണാം, പ്രയാസങ്ങൾ, നമ്മൾ മനുഷ്യരല്ലേ, സങ്കടങ്ങൾ കാണാം, നിരാശകൾ പറയുന്ന അനുഭവത്തിലായിരിക്കാം. എന്നാൽ ഈ ഒരു നിമിഷം എൻ്റെ കൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ എല്ലാ ഭാരങ്ങളും എൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ നിന്റെ കരങ്ങളിൽ തരികയാണ്.
എന്നെ പോറ്റി പുലർത്തുവാൻ, എന്നെ വിടുവിക്കുവാൻ, എന്നെ സഹായിക്കുവാൻ, എനിക്ക് വേണ്ടി വഴി വാതിലുകളും തുറക്കുവാൻ നീ മതിയായവനാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഒന്ന് പറയാമോ? പ്രൈസ് ലോർഡ്. അവൻ എല്ലാ നിരാശകളും മാറട്ടെ. ഈ ദിവസം നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ. അവൻ സൗഖ്യത്തിന്റെ ദിവസമായി മാറട്ടെ. അനുഗ്രഹത്തിന്റെ ദിവസമായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ നല്ല സമയത്തിനായി നന്ദി പറയുകയാണ്. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായി സ്തോത്രം. നീയാണ് ഞങ്ങളെ വിളിച്ചത്, നീയാണ് ഞങ്ങളുടെ ദൈവം. ആമേൻ. നീയാണ് ഞങ്ങളുടെ പരിപാലകൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അങ്ങ് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചല്ലോ. അത് പാതി വഴിയിൽ ഇട്ടേച്ചു പോകാൻ വേണ്ടി അല്ലല്ലോ കർത്താവേ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അവരുടെ നിരാശകൾ മാറട്ടെ, അവരുടെ സങ്കടങ്ങൾ മാറട്ടെ. കർത്താവ് ഏത് വിഷയത്തിലാണോ ഭാരപ്പെട്ടിരിക്കുന്നത്, ആരെ കൊണ്ടും സഹായിക്കാൻ പറ്റാത്ത വിഷയത്തിന് മേൽ ഭാരപ്പെടുന്ന ചിലർന്ന് എന്നെ കേൾക്കുന്നില്ല അപ്പായി. കർത്താവെ, ഡോക്ടർമാര് കൈവിട്ടത്, മനുഷ്യൻ കൈവിട്ടത്, കർത്താവെ അവൻ സഹായിക്കുമെന്ന് കരുതിയ പലരും കർത്താവെ മുഖം തിരിഞ്ഞിരിക്കുന്ന അനുഭവത്തിൽ അവന് പലരും എന്നെ കേൾക്കുന്നെങ്കിൽ, അവൻ തകർച്ചയിൽ കേൾക്കുന്നെങ്കിൽ, സാമ്പത്തിക വിഷയത്തിൽ അവൻ തകർന്നവർ കേൾക്കുന്നെങ്കിൽ, കർത്താവെ എല്ലാ വാതിലും അടയപ്പെട്ടവരായി നിരാശയോടെ അവൻ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവെ, ഇന്ന് പകൽ അങ്ങയുടെ കരം നിന്റെ മക്കളുടെ ജീവിതത്തിൽ ചലിക്കണം. യേശുവിന്റെ നാമത്തിൽ പുതുവഴികൾ തുറക്കപ്പെടട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അവൻ ഇവർക്ക് വേണ്ടി അവിടുന്ന് വ്യക്തികളെ കർത്താവ് ഒരുക്കണം, അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണം. അൺയൂഷ്വൽ റിലേഷൻഷിപ്പ്, അൺയൂഷ്വൽ മിറക്കിൾസ്, അൺയൂഷ്വൽ ഫേവറുകൾ കർത്താവിന്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുമാറാകണമേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇവിടെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങൾ തകരാൻ വേണ്ടി അല്ലല്ലോ, ഞങ്ങൾ ലജ്ജിക്കപ്പെടാൻ വേണ്ടി അല്ലല്ലോ, നിരാശപ്പെടാൻ വേണ്ടി അല്ലല്ലോ നീ ഞങ്ങളെ വിളിച്ചത്. ആമേൻ. കർത്താവെ, ഞങ്ങളുടെ തലയെ ഉയർത്തുന്നവനായ ദൈവമേ, ഞങ്ങളെ നിർത്തുന്നവനായ ദൈവമേ, അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ നിരാശകളും മാറട്ടെ, എല്ലാ സങ്കടങ്ങളും മാറട്ടെ അപ്പായി. കർത്താവെ, അങ്ങയുടെ സ്വാന്തനത്തിന്റെ കരം, അങ്ങയുടെ സ്നേഹത്തിന്റെ കരം, അങ്ങയുടെ സമാധാനത്തിന്റെ കരം, അങ്ങയുടെ വചനം പറഞ്ഞല്ലോ, ഹൃദയം നുറുങ്ങിയവർക്ക് എന്റെ കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ്, ഇന്ന് ഹൃദയ നുറുക്കത്തോട് ആരെങ്കിലും വചനം കേൾക്കുന്നെങ്കിൽ എന്റെ കർത്താവരുടെ കൂടെയുള്ളതിനായി സ്തോത്രം. അവരുടെ ഹൃദയത്തിന്റെ മുറിവുകളെ കർത്താവ് കെട്ടണം. കർത്താവ് അവരെ വിടുവിക്കണം. അവർ അത്ഭുതങ്ങളായി മാറണം, അത്ഭുത സാക്ഷ്യങ്ങളായി മാറണം. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുക. എന്റെ കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ധൈര്യത്തോടെ ഇരിക്കണം. സങ്കടപ്പെടരുത് കേട്ടോ, സങ്കടപ്പെടരുത്. സങ്കടപ്പെടാൻ ഒത്തിരി കാരണങ്ങൾ കാണും, നിരാശപ്പെടുവാൻ ഒത്തിരി കാര്യങ്ങൾ കാണും. അതിലൊന്നും കയറി പിടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അവൻ ഒരിക്കലും കൈവിടത്തില്ല, ഒരിക്കലും ഉപേക്ഷിക്കത്തുമില്ല. കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ അറിയിക്കാം. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സോ ഈ ദിവസങ്ങളിൽ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത്ഭുത സാക്ഷ്യമായി എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് കർത്താവ് ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ട്. ഇന്ന് കർത്താവ് ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ട്. ആമേൻ. ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിന് മേൽ കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്. ആമേൻ. സാക്ഷ്യം പറയാൻ മടിക്കരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. വീണ്ടും കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.